എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. കിണർ വെള്ളത്തിന്റെ പരിശോധനാ ഫലം പുറത്തുവന്നു. കോളിഫോം ബാക്ടീരിയയുടെയും ഈക്കോളിന്റെയും സാന്നിധ്യം കുടിവെള്ളത്തിൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ്. സ്കൂൾ പ്രവേശനോത്സവം കഴിഞ്ഞ് 2 ദിവസങ്ങൾക്കുള്ളിലാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ 100ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി കണ്ടെത്തിയത്. വയറിളക്കം, ഛർദി, പനി തുടങ്ങിയ അസുഖങ്ങൾ മൂലം കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കിണറിലെ കുടിവെള്ളത്തിൽ അമീബിക് സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പിന്നീട് വിദഗ്ധ സംഘമെത്തി വെള്ളത്തിന്റെ സാമ്പിൾ എടുത്ത് തൃശൂർ കിഴക്കുപാട്ട് കരയിലുള്ള വാട്ടർ അതോറിറ്റി ലാബിൽ നടത്തിയ 15 ദിവസത്തെ വിശദമായ പരിശോധനയിലാണ് കോളിഫോം ബാക്ടീരിയയുടെയും ഈക്കോളിന്റെയും സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. പ്രതിവിധിയായി കിണറിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും ശേഷം വെള്ളം മോട്ടോർ അടിച്ചെടുത്തതിനു ശേഷം ക്ലോറിൻ ടാബ്ലറ്റ് കിണറിലിടുന്നതിന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കുട്ടികൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് സ്കൂളിൽ ഇതുവരെയും ഭക്ഷണം പാചകം ചെയ്ത് നൽകുകയോ കുടിവെള്ളം കുട്ടികൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രധാന അധ്യാപിക കെ.എ. സുജിനി അറിയിച്ചു. ആകെയുള്ള 512 കുട്ടികളിൽ 380ലധികം വിദ്യാർത്ഥികൾ ഓരോ ദിവസവും ഈ ആഴ്ച പഠനത്തിനായി എത്തിയിട്ടുണ്ടെന്നും 2 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും പ്രധാന അധ്യാപിക അറിയിച്ചു.